സർവ്വ പാപനാശിനിയാണ് സന്നിധാനത്തെ ഭസ്മക്കുളമെന്നാണ് വിശ്വാസം. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും തൊഴുത ശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട്. സർവ പാപനാശിനിയാണ് സന്നിധാനത്തെ ഭസ്മക്കുളമെന്നാണ് വിശ്വാസം. ഇതിന് പ്രാധാന്യവും ഏറെയാണ്. ഭക്തരെ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശയനപ്രദക്ഷിണം ഭസ്മക്കുളത്തിൽ മുങ്ങിത്തോർത്താതെ വന്നാണ് നടത്തുന്നത്. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും തൊഴുത ശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട്. ഭസ്മക്കുളത്തിൽ കുളിച്ച ശേഷം തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരുമുണ്ട്. 18 വർഷമായി ശബരിമലയിലെത്തുന്നവർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത്. തപസ്വിനിയും കന്യകയുമായിരുന്ന ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം. അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണെന്ന് കരുതപ്പെടുന്നത്. സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്ന വിശ്വാസവുമുണ്ട്. ഭസ്മക്കുളത്തിൽ മുങ്ങിയുള്ള ശയനപ്രദക്ഷിണം നേരത്തെ എല്ലാ സമയവും നടത്താമായിരുന്നു. ഇപ്പോൾ അതിന് നിയന്ത്രണമുണ്ട്. ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇതിനുള്ള അവസരം. ഭസ്മക്കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും നിബന്ധനയുണ്ട്. മീഡിയ ടുഡേ ന്യൂസ്, സന്നിധാനം. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.